ഹായ് ഗൈസ്, ഇന്നിപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു യാത്രയിലാണ്. വേറൊന്നുമല്ല, ഞങ്ങളിപ്പോൾ പൂവാർ ഒരു റിസോർട്ടിലേക്ക് ഒരു യാത്രയാണ്. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ബൈക്കിലാണ് പോയത്. ഉച്ച ടൈമിലാണ് നമ്മൾ പോയത്. അപ്പോൾ നേരെ പോയി ഞങ്ങളിപ്പോൾ റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കായലിൻ്റെ നടുക്കായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ആദ്യം നേരെ പോയി വണ്ടിയൊക്കെ ഒതുക്കി അവിടെ നിന്നൊരു വള്ളം പിടിച്ചു. ഇത് ബോട്ടുണ്ട്, വള്ളമുണ്ട്, നമുക്ക് ഏതാണ് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പം വള്ളം മതി എന്ന് പറഞ്ഞു വള്ളം ചൂസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വള്ളത്തിൽ പോയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വ്യൂ എന്ന് പറഞ്ഞാൽ എന്തോ പറയാൻ ഒരു രക്ഷയില്ല, പൊളി സാധനം. അപ്പോൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റത്തോളം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ. എന്നുവെച്ചാൽ റിസോർട്ട് ഒരു കായലിൻ്റെ നടുക്കുക, സെൻട്രലായിട്ട് വരും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം റിസോർട്ടിൻ്റെ മുന്നിലെത്തി. അപ്പം എല്ലാവരും വീഡിയോ എടുക്കുന്നു, കാരണം അത്രയ്ക്ക് നല്ല വ്യൂ ആണ് കാണാനേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പം മൊത്തം വീഡിയോ ഒക്കെ എടുത്ത് എന്തോ പറയാൻ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ 1 ഡേ ട്രിപ്പ് ഞങ്ങൾ പോയതിൽ വെച്ച് ഏറ്റവും ബെറ്ററായിരുന്നു. നേരെ പോയി റൂമിൽ കയറി ഡ്രസ്സ് മാറി ഒന്നും നോക്കി അടുത്ത് നോക്കിയപ്പോൾ തന്നെ സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ ഒന്നും നോക്കില്ല, നല്ല ഉച്ചയായിരുന്നു. നേരെ ഇറങ്ങി കുളിക്കാൻ. എല്ലാവരും അർമാദിച്ച് കുളിച്ചു. അർമാദിച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയണ്ട, എന്തോരം ബഹളമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ കിടന്ന് വരവേ എന്ന് തന്നെ പറയാം റിസോർട്ട് മൊത്തം. പിന്നെ അടിപൊളി എന്ന് വെച്ചാൽ വെള്ളം നല്ല നീല കളർ വെള്ളമായിരുന്നു കേട്ടോ. ഒരു ഒരു എന്തോ പ്രത്യേകത തോന്നി. കുളിച്ചിട്ടും കയറാനും തോന്നുന്നില്ല. ഉച്ച ടൈമായിരുന്നു, നല്ല ഉച്ച ടൈം. നമ്മൾ ഉച്ച ടൈമിൽ അവിടെ എത്തിയത് തന്നെ. പിന്നെ നേരെ പോയി കുളിക്കുമായിരുന്നു. കുളിച്ച് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 1-1:15 ആയപ്പോൾ ഞങ്ങളവിടെ നിന്ന് കയറി. ഇപ്പോൾ വേറൊന്നുമല്ല, ഇത് ചെറിയൊരു മത്സരം വെച്ചാണ്. കയറാൻ ടൈമായപ്പോഴേ വെറുതെ ഒരു മത്സരം വെച്ചാൽ. പക്ഷേ ഞാൻ ജയിച്ചു. പക്ഷെ പകുതി വഴി എത്തിയവനെ കാണാനില്ല. പിന്നെ നോക്കിയവിടെ മനസ്സിലാവും അവിടെ പൊങ്ങിയ പകുതിയിലെ. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ കയറിയായിരുന്നേ. റൂമിൽ കയറി ഒന്ന് ഫുഡും കഴിച്ച് ഒന്ന് പുറത്തിറങ്ങി ചൂണ്ടയിടാന്ന് വെച്ചു. നോക്കിയപ്പോൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു ചൂണ്ട ഇരിക്കുന്നുണ്ട്. പിന്നെ അതെടുത്തൊന്ന് ചൂണ്ടയിട്ട് 2 മീൻ പിടിച്ച് വൈകുന്നേരം ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയത്. പക്ഷേ മീൻ പോയിട്ടൊരു കൊഞ്ച് പോലും കിട്ടിയില്ല. പിന്നെ ഞാൻ ബീറ്റായിട്ട് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കയാണ്. കക്ക പൊട്ടിച്ചിട്ട് നമ്മളെ ചൂണ്ടയിൽ കൊരുത്ത് ഇടുമായിരുന്നേ. ചിലപ്പം മീനിനൊന്നും കക്ക ഇഷ്ടമില്ലാത്തതുകൊണ്ടാവാം പിടിക്കാത്തത്. അല്ലാതെ എനിക്ക് പിടിക്കാറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമല്ല. മീൻ കിട്ടാറുണ്ട് എനിക്ക് തോർത്തിട്ടരിക്കുമ്പോഴേ. അല്ല ചൂണ്ടിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. തോർത്തിട്ടൊക്കെ മറ്റേ തോട്ടിലൊക്കെ അരിക്കുമ്പോൾ കിട്ടാറുണ്ട്. ഇവിടെ പിന്നെ ഒത്തിരി മീൻ കാണുമെന്ന് വിചാരിച്ച് ചൂണ്ടയിട്ടതാണ്. പക്ഷെ ഒന്നും കിട്ടിയില്ല. കുറേ നേരം കഷ്ടപ്പെട്ടു. പിന്നെ കൈയൊക്കെ കഴിച്ചപ്പോൾ ഞാൻ കയറി പോന്നു. പിന്നെ കൂടെയുള്ളവരുടെ കളിയും ഉണ്ടല്ലോ, കളിയാക്കൽ. നേരെ വന്ന് റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി അങ്ങോട്ട് തുടങ്ങി ബഹളം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പം 7 പേരുണ്ടായിരുന്നു. 7 പേരും കൂടെ അങ്ങോട്ട് റെസ്ലിങ്ങൊക്കെ കളിച്ചു. എന്തോ പറയാം, ഒരു ബെഡ്, ആ ബെഡിനെ ഓടിച്ചിടുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തായിരുന്നു. റെസ്ലിങ് കളിച്ചു, മൊത്തം അലമ്പായിരുന്നു കേട്ടോ. മാക്സിമം നമുക്കിപ്പം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ഒരാൾക്ക് ഒരു 1000 രൂപ വെച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണിത്. പൂവാറാണ്. മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല റിസോർട്ടാണ് കേട്ടോ.